ഇന്നും സ്വപ്നത്തിൽ കൃഷ്ണൻ നിന്നെ പറ്റിച്ചോ? സ്വപ്നമൊന്നും പറഞ്ഞവളെ കളിയാക്കൊന്നും വേണ്ട. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു ദിവസം കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും, ഇവളെയും കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ കിന്നാരം തുടങ്ങിയല്ലേ പെൺകുട്ടികള്. നാട് തുറക്കാൻ നേരമായി. അയ്യോ, എന്റെ കൃഷ്ണ, ഇന്നലെ കൊതിപ്പിച്ച് കുന്നും പുറത്ത് മറഞ്ഞു, ഇന്ന് വേറൊരിടത്ത്. ഇനി എന്നാ നീ നേരെ നിന്ന് എന്നെ കാണുക കണ്ണ? ഇതെന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ പതിവൊന്നും മുടക്കുന്നില്ല. പൂവെല്ലാം ഞാൻ വാതിലിന് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. കണ്ണൻ തന്നെ ഇറങ്ങി വന്ന് എടുത്തോളൂ കേട്ടോ. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്നു. സംസാരിക്കുന്നേ നിനക്കറിഞ്ഞൂടെ? എന്റെ കണ്ണനോട് തന്നെ. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന കണ്ടിട്ടേ ഭ്രാന്താണെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. ആഹാ, ചോദിക്കുന്നവരോടെ ഭ്രാന്താന്ന് തന്നെ പറഞ്ഞോ. എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. തിരുമേനി വരെ സമയമായേ. കണ്ണനോട് കൊഞ്ചി നിന്നിട്ട് വൈകണ്ട. ആ ശരിയാ. ദേ തിരുമേനി വരുന്നു. സാറേ, ഗോപാല, പാലും തൈരും ഒക്കെ ഏർപ്പാടാക്കിയില്ലേ? കടയിൽ നിന്ന് ആവരുത്, ഏതെങ്കിലും വീട്ടിൽ നിന്ന് മതി. അത് രാവിലെയും വൈകുന്നേരവും ഇവിടെ എത്തിക്കുകയും വേണം. പിന്നെ പുറം പണിക്ക് 1-2 പേര് നിന്നോട്ടെ. ഒരില വീണ് കിടക്കുന്ന പോലും കാണാൻ പാടില്ല. ഏട്ടന്റെ നിർബന്ധങ്ങളൊക്കെ അറിയാലോ തനിക്ക്? അറിയാം, കൊറേ കാലമായിട്ട് കാണുന്നതല്ലേ. എന്നാ പൊയ്ക്കോളൂ. ഉർവശി, 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 ഞാനിവിടെ ഉണ്ടേ. കഴിഞ്ഞില്ലേടോ ഇതുവരെ? 2 ദിവസമായല്ലോ. ഏട്ടന്റെ മുറി അങ്ങനെ ഒരുക്കണം ഇങ്ങനെ ഒരുക്കണം എന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുന്നു. ചെയ്ത് ഞാനൊരു വഴിയായി. നോക്കിക്കേ, ഇത് മതിയോ? നോക്കിയേ. മതി. ആ ഉർവശി, ആരതി ഒഴിയാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി വെച്ചോ? അച്ഛന്റെ ഏട്ടനാണല്ലോ വരുന്നത്, അല്ലാതെ നാട്ടുരാജാവൊന്നും അല്ലല്ലോ. നീ കളിയാക്കണ്ട. ഇവിടുത്തെ നാട്ടുകാരുടെ മനസ്സിലെ ഏട്ടന് നാട്ടുരാജാവിന്റെ സ്ഥാനം തന്നെയാ. എന്നാലും ഇത് വല്ലാത്ത അടിമത്തം തന്നെ അല്ലേ? ഏട്ടനും കുടുംബവും തിരിച്ചു പോകുന്നതുവരെ ആരതി ഒഴിയാൻ പറഞ്ഞാൽ അത് ചെയ്യുക. ആനയെ കണി കാണിക്കണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യുക. അല്ലാതെ അമ്മയ്ക്കും മകനും അതിൻ്റെ പേരിൽ കോംപ്ലക്സ് ഒന്നും വേണ്ട.
എടാ നല്ലവണ്ണം നിന്നാലേ നിനക്ക് കൊള്ളാം. ഏട്ടൻ്റെ സ്വത്തുവകകൾ എത്രയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഞാൻ. അത് മുഴുവനും വേണ്ട, പകുതിയും വേണ്ട. ഒരംശമെങ്കിലും കിട്ടിയാൽ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും. അല്ലാതെ ഏട്ടൻ എന്തെങ്കിലും സംശയം തോന്നി കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചാലേ അറിയാലോ, നീ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതൊക്കെ കണ്ണിൽ പെടും. അതുകൊള്ളാം. ഞാൻ എഴുതി പിടിപ്പിച്ച കണക്കോ? അച്ഛൻ എടുക്കുന്ന പണത്തിന്റെ കള്ളക്കണക്കെഴുതാൻ അച്ഛൻ എന്നെ ഏൽപ്പിക്കുന്നു, ഞാനത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മതി മതി, അമ്മ കേൾക്കണ്ട. ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും ഒരു മുഖം മൂടി ഇട്ട് നിൽക്കുക. അതൊരിക്കലും പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പിക്കുക. മനസ്സിലായോ രണ്ടുപേർക്കും? കിടന്നോളം പറഞ്ഞല്ലേ തന്നോട്, പിന്നെന്തിനാ എഴുന്നേറ്റ്? ചായ മോളെടുത്ത് തരില്ലേ? എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. പനി പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല. ഇപ്പോഴത്തെ പനി ശ്രദ്ധിക്കണം. ദക്ഷിണ നിത്യേന കുറഞ്ഞു വരികയല്ലേ? ഇതുകൊണ്ട് എങ്ങനെയാ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നേ? ഒരു പിടി അവല് സ്വീകരിച്ച് സഹപാഠിയെ സഹായിച്ച കൃഷ്ണന്റെ ഒരു കഥയുണ്ട്. പലവട്ടം കേട്ടതല്ലേ അതൊക്കെ. ആ ഭഗവാനെ തന്നെയാണ് ഞാനും പൂജിക്കുന്നത്. എനിക്ക് ആശങ്കയില്ല. പറയാൻ എളുപ്പം. കാശ് വേണ്ടെടുത്ത് കാശ് തന്നെ വേണ്ടേ? കഥ പോരല്ലോ. അച്ഛാ, ആഹാ, അമ്മയോട് ആരാ എഴുന്നേറ്റ് വരാൻ പറഞ്ഞത്? ആ പനിക്കൂർക്കയുടെ കഷായവും കഴിച്ച് അവിടെ കിടക്കാനല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, അത് കഴിച്ചോ? പകുതി കഴിച്ചു. അത് ശരി, ബാക്കി ആർക്കാ വെച്ചേക്കുന്നേ? അച്ഛാ, കണ്ടോ, ഇങ്ങനൊക്കെ കാണിച്ച എങ്ങനെയാ അസുഖം മാറുക? ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞു പരാജയപ്പെട്ട ആളാ. ഇനി അമ്മയും മോള് കൂടി ആയിക്കോ. അമ്മേ, ഇന്ന് 2 കുട്ടികളെ ഫീസ് വന്നു. ഈ കൂട്ടത്തിൽ വെച്ചോ. നീ കയ്യില് വെച്ചോ കുട്ടി. എന്തേലും ചാന്തോ കൺമഷിയോ വല്ലതും വാങ്ങിക്കണമെങ്കില്. ഇവിടെ ഇപ്പൊ തൽക്കാലം അച്ഛന് എനിക്ക് ഒരു കുറവും വരുത്തുന്നില്ല. അതുകൊണ്ട് എന്റെ കയ്യിൽ പ്രത്യേകം പണമൊന്നും കരുതേണ്ട ആവശ്യമില്ല. വെച്ച് പിടിക്കും. എന്നിട്ട് അമ്മ പോയി കിടക്കാൻ നോക്ക്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അച്ഛാ, പറഞ്ഞു വിട്ടേക്കണേ. ഓ, പൂജിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിലൊരു അനുഗ്രഹമാണ് നമ്മുടെ മോള്. യശോദേ, കാപ്പി തരാറായില്ലേ? അയ്യോ, മുത്തശ്ശി വിളിക്കുന്നുണ്ടല്ലോ. അമ്മ വയ്യാതെ കിടക്കാണല്ലോ. ഞാൻ കൊണ്ടു കൊടുത്താ മുത്തശ്ശിക്ക് അത് ഇഷ്ടപ്പെടുമോ? യശോദേ, കൃഷ്ണ, നിക്കടി.
എനിക്ക് കഴിക്കാനുള്ളതൊന്നും തൊട്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്റെ കൈ തൊട്ടത് എന്തെങ്കിലും എന്റെ ഉള്ളിൽ ചെല്ലുന്നതിനേക്കാൾ നല്ലത് ഞാൻ ചാകുന്നതാ. എന്താ അമ്മേ? യശോദ എവിടെ? അവളെ പലതവണ വിളിച്ചല്ലോ ഞാൻ. എന്നിട്ട് എനിക്ക് കാപ്പി കൊണ്ടു തന്നത് ഇവളാ, ഈ നാശം പിടിച്ചവള്. അമ്മ എന്തായി പറയുന്നത്? കാപ്പി കൊണ്ടെന്ന് വെച്ചത് യശോദ തന്നെയല്ലേ? കള്ളം പറയരുത്. യശോദയാണ് കാപ്പി കൊണ്ടുവച്ചതെങ്കിൽ ഇവളെന്തിനാ എന്റെ മുറിയിലേക്ക് വന്നത്? അയ്യോ അമ്മേ, എനിക്ക് കാപ്പി കൊണ്ടുവച്ചതിന് ശേഷം അമ്മയ്ക്ക് കാപ്പി തരട്ടെ എന്ന് പറഞ്ഞ് യശോദ അങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടതല്ലേ? അമ്മയ്ക്ക് കണ്ണു പിടിക്കാത്തതായിരിക്കും. കാപ്പി വെച്ചത് ഞാനാ അമ്മേ. എന്റെ മുറിയുടെ പരിസരത്തിന് നിന്നെ കണ്ടുപോകരുത്. അമ്മ ഉറങ്ങുന്ന കണ്ടോണ്ടാ? സാരമില്ല. ഞാൻ കാരണം അച്ഛനമ്മയ്ക്കും കള്ളം പറയേണ്ടി വന്നില്ലേ? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു പറഞ്ഞത് നിന്റെ കൃഷ്ണഭഗവാനാ. ചില നല്ല കാര്യങ്ങൾക്ക് ഒരല്പം കള്ളമൊക്കെ ആവാം, അത് സാരമില്ല. സാരമില്ല മോളെ. ഇത്രയും ദൂരം താൻ പോരണം. പോരാണ്ട് എങ്ങനെയാ? അമ്മയെ ഡോക്ടറെ കാണിക്കുമ്പോ ഞാനും കൂടെ വരണ്ടേ? ഇന്ന് ഡോക്ടറെ കണ്ടില്ല എന്ന് വെച്ചാ പിന്നെ വിദേശത്ത് പോയി അദ്ദേഹം തിരിച്ചു വരുമ്പോ മാസം 4 കഴിയും. ആദ്യമായിട്ടാ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ നിന്ന് ഒഴിവ് പറയുന്നു. മനസ്സിലെ ബുദ്ധിമുട്ട് എനിക്കറിയാം. കീഴ്ശാന്തി പ്രഭാകരൻ മോശമൊന്നും അല്ലല്ലോ. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളൂ. ദേവനാരായണൻ തിരുമേനി. പ്രഭാകരനാണല്ലോ. എന്താ പ്രസിഡന്റ്, എന്തു പറ്റി? പ്രഭാകര, പൂജയുടെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വന്നില്ല. തടസ്സം വന്നത് വേറൊരു വഴിക്കാ. തടസ്സോ? എന്താ തടസ്സം? അത് വിശദമായി പറയാനാ ഞങ്ങൾ വന്നത്. വരിക, അകത്തേക്കിരിക്കാം. പ്രസിഡന്റ് കാര്യം പറയൂ. സർവൈശ്വര്യ പൂജയ്ക്ക് കലശം എടുക്കാൻ മേനോത്തെ ഭാസ്കരന്റെ മോളാണല്ലോ തീരുമാനിച്ചിരുന്നത്. കുട്ടിക്ക് പെട്ടെന്ന് മേലാണ്ടായി. അപ്പൊ ഇനി എന്താ ചെയ്യാ? നിങ്ങൾ പുറപ്പെട്ടാണെന്നുള്ള സംശയത്തില് ഞങ്ങൾ നേരെ ജോത്സ്യന്റെ അടുത്ത് പോയി. അദ്ദേഹം ഒരു പ്രതിവിധി പറയുകയും ചെയ്തു. അത് നേരെ അറിയിക്കാനായി ഈ വരവ്. എന്താ പ്രതിവിധി? പരിഭ്രമിക്കാനൊന്നുമില്ല. ഐശ്വര്യ പൂജയ്ക്ക് കലശം എടുക്കുന്നത് അങ്ങയുടെ മകളാകട്ടെന്നാ ജോത്സ്യം പറയുന്നത്. അമ്മ എന്തു പറയുന്നു? ഭഗവാന്റെ തീരുമാനമല്ലേ, അതനുസരിച്ചല്ലേ പറ്റൂ. പ്രിയങ്ക വരും പൂജയ്ക്ക്. അല്ലെങ്കിൽ തന്നെ ഐശ്വര്യമുള്ള പല കാര്യത്തിനും ചുക്കാൻ പിടിക്കുമെന്ന് പ്രിയങ്കമോളുടെ ജാതകത്തിലുണ്ട്. എന്നാ പിന്നെ അങ്ങനെ തീരുമാനിക്കാം. ആയിക്കോട്ടെ. കുറച്ച് ദൂരം പോകുന്നെങ്കിലും എന്റെ മനസ്സ് ഇവിടെ തന്നെയാ. അമ്മയെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞങ്ങളങ്ങ് തിരിച്ചെത്തിക്കോളാം. മതി. അച്ഛനില്ലെങ്കിലും മോളുണ്ടല്ലോ നേതൃസ്ഥാനത്ത്. ഐശ്വര്യമാണ്. പ്രിയേ, ചേച്ചി എന്ത് പണിയായി കാണിച്ചേ? നീ പുറത്ത് നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? പുറത്തെന്താ ഭൂകമ്പം വല്ലതും നടന്നോ? അച്ഛനെ കാണാൻ അമ്പല കമ്മിറ്റിക്കാരും പ്രസിഡന്റും ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണോ കാര്യം? അച്ഛനെ കാണാൻ അവരല്ലേ വരാറ്, അല്ലാതെ ജില്ലാ കളക്ടർ വരില്ലല്ലോ. ഇതെന്ത് കോലാ പ്രിയേ? ഈ കോലത്തിൽ അച്ഛൻ നിന്നെ കണ്ടാലുണ്ടല്ലോ
കുടിക്കാൻ കഞ്ഞി പോലും തരില്ല. ആ, രണ്ടുപേരുണ്ടല്ലോ. മോളെ പ്രിയേ, ഒരു വിശേഷപ്പെട്ട കാര്യം നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി അച്ഛൻ വന്നത്. അമ്പലത്തിൽ നിന്ന് സർവൈശ്വര്യ പൂജ നടക്കല്ലേ, അതിന്റെ കലശം എടുക്കാനുള്ള ചുമതല നിനക്കാ. അയ്യോ അച്ഛാ, ഇങ്ങോട്ട് തർക്കമൊന്നും പറയണ്ട, കൃത്യസമയത്ത് അങ്ങ് ചെന്നാ മതി. ബാക്കിയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ പ്രഭാകരൻ പറഞ്ഞു തരും, അതങ്ങ് ചെയ്താ മതി. മുത്തശ്ശിയെ ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾ നേരെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നേക്കാം. അത് അച്ഛാ. അച്ഛാ, അച്ഛൻ പേടിക്കണ്ട. ഇവളെ റെഡിയാക്കി കൃത്യസമയത്ത് അമ്പലത്തിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ പറഞ്ഞ എനിക്കത് വിശ്വാസ. ഇതാരുടെ ഏർപ്പാടാ ഈ പൂജയ്ക്ക് പോകാൻ എന്നെ തിരഞ്ഞെടുത്തത്? ചേച്ചി അച്ഛനോട് പറഞ്ഞു അല്ലേ? ഞാനൊന്നുമല്ല, അതാ അമ്പല കമ്മിറ്റിക്കാരാ. ഓ, അയാളെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല പൂജയ്ക്ക് പോവാൻ. ദൈവദോഷം പറയാതെ, ഇതൊരു അനുഗ്രഹമായിട്ടാ കാണേണ്ടത്. ഇയാളല്ലേ ദൈവത്തിന്റെ ആള്, എന്നപ്പോ ചെയ്തോ, എന്നിട്ട് അനുഗ്രഹം വാങ്ങിച്ചോണ്ട് വാ. മോളെ, അങ്ങനെയൊന്നും പറയരുത്, നീ തന്നെ ചെയ്യണം. എന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല പറ്റില്ല. കഴിഞ്ഞ 3 മാസമായി ഞാൻ ഒരു ഡയറക്ടറെ കാണാൻ വേണ്ടി നടക്കുക. ഇന്ന് അയാൾ ഓഡീഷന് വേണ്ടി ചെല്ലാൻ പറഞ്ഞ. അതിന് പോവാൻ പറ്റിയില്ലെങ്കിലേ എന്റെ ഭാഗ്യ വെള്ളത്തിലാവുന്ന. പൂജ മുടങ്ങിയാലും ശരി, ഞാൻ അതിന് പോവും. എന്നോട് പറഞ്ഞതിരിക്കട്ടെ, അച്ഛനോട് എങ്ങനെ ഇത് പറഞ്ഞാലുണ്ടല്ലോ, അച്ഛൻ കൊന്നുകളയും നിന്നെ. എന്റെ പൊന്നു ചേച്ചിയല്ലേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ചേച്ചി അമ്പലത്തിലേക്ക് പോയി പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ തുടങ്ങി വെച്ചോ. കൃത്യസമയമാകുമ്പോഴേക്കും ഞാനവിടെ എത്തിക്കോളാം. അതൊന്നും ശരിയാവില്ല. ഒരു ശരികേടുമില്ല, ചേച്ചിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ദേ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാവിയുടെ പ്രശ്നമാ. ഇതിനു മുൻപും നമ്മൾ പല അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ലേ, അതുപോലെ അങ്ങ് ചെയ്താ മതി. ഹരേ രാമ ഹരേ രാമ രാമ രാമ. കൃഷ്ണ, പ്രിയങ്ക ഒട്ടും വൈകാതെ തന്നെ എത്തണേ. അച്ഛനോട് വാക്ക് പറഞ്ഞിട്ട് അത് നടത്താതിരിക്കാന്ന് പറഞ്ഞ കഷ്ടോ. നല്ലതിനു വേണ്ടിയാണെങ്കിൽ ചെറിയ കള്ളം പറയാൻ അച്ഛൻ പറഞ്ഞിട്ടില്ലേ? ഭഗവാനെ, കൂടെ നിന്നേക്കണേ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമസ്കാരം തിരുമേനി. നമസ്കാരം. തിരുമേനി എപ്പോഴാ എത്തിയേ? വന്നതേ ഉള്ളൂ. ഐശ്വര്യ പൂജയുടെ ദിവസമായതുകൊണ്ട് സന്തോഷമായി. ഓ, അതേതാ പെൺകുട്ടി? അത് ദേവനാരായണൻ തിരുമേനിയുടെ മകൾ രാധികയാണ്. മകളെന്ന് പറഞ്ഞാൽ മൂത്ത മകളോ അതോ ഇളയ മകളോ? മൂത്ത മകളാ. ഈ കുട്ടിയാണോ പൂജ ചെയ്യുന്നത്? അല്ല, പൂജ ചെയ്യുന്നത് ഇളയ കുട്ടിയാ, പ്രിയങ്ക. ആ, എന്താ തിരുമേനി? ഒന്നുമില്ല, പൂജ നടക്കട്ടെ. ആ, ആയിക്കോട്ടെ. കുട്ടി, പ്രിയങ്ക എത്താറായില്ലേ? ഇപ്പൊ തന്നെ വരും തിരുമേനി. ഈശ്വരാ, ഇവിടുത്തെ എവിടെയാ? എന്റെ പേര് എന്തേലും പറയേ, ഒരു ദിവസം വേസ്റ്റായി. ഡേ ശിവ, സാറിനെ വിളിക്കൂ. വിളിക്കാം സാർ. ഞാനങ്ങോട്ട്. ഏതോ ഒരെണ്ണം കൂടി വരാനുണ്ടെന്നാ പറഞ്ഞില്ലേ? പ്ലീസ് സാർ, ഞാനിപ്പോ ശരത്തിനെ വിളിച്ചിരുന്നു, അവര് ഓൺ ദ വേ. ഡോ, ഞാൻ അവൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണോ അല്ലേ? എല്ലാം മതിയായിക്കോളാൻ പറ, എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങി. വാ വാ, വേഗം വാ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ്. സാർ, സോറി സർ, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതാ സാർ. സാറിന് അറിയാലോ സിറ്റിയിലെ തിരക്ക്. ഇറ്റ്സ് ഓക്കെ പ്രിയങ്ക, മേക്കപ്പ് ചെയ്ത് റെഡി ആയിക്കോളും. താങ്ക് യു സർ. അതാ അവിടെയാണ് മേക്കപ്പ് ബ്രോ, അങ്ങോട്ട് ചെന്നു. എന്തായാലും ഒരു ഗ്രേസ് ഉണ്ട്, അപ്പിയറൻസും പെർഫോമൻസും കൂടെ നോക്കാം. ശരത്തെ വന്ന് എന്നാലും എന്ത് പണിയാ ശരത്തെ നീ കാണിച്ചേ? അയാളെന്റെ തല തിന്നില്ലെന്നേ ഉള്ളൂ, വന്നു പോയവരൊന്നും ശരിയായതുമില്ല, അതിനിടയിൽ ഒരു കാത്തിരിപ്പും. കുറച്ച് കാത്തിരുന്നെങ്കിൽ എന്താ, താൻ ഫോട്ടോഷൂട്ട് നോക്കിക്കോ, അവള് കിടക്കും. ചേച്ചി, എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല മോനെ. കുട്ടി ഇങ്ങോട്ട് വരൂ. കലശമെടുക്കാനുള്ള മുഹൂർത്തമായി. ആ കുട്ടി ഇനിയും വന്നില്ലാന്ന് വെച്ചാ? അത് തിരുമേനി, അവള് വന്നാലല്ലേ പറ്റൂ. അവള് പൂജ ചെയ്യണമെന്നല്ല അച്ഛൻ പറഞ്ഞത്. ഉടനെ എത്തും. മുഹൂർത്തം കഴിഞ്ഞാൽ പൂജ മുടങ്ങും. ഇനിയിപ്പോ പ്രിയങ്കയെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. പൂജ കുട്ടി തുടരൂ. അല്ല, ഞാൻ ഭഗവാന്റെ മുന്നിലാ നിൽക്കുന്നത്. ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ്. മനസ്സർപ്പിച്ച് കലശം കയ്യിലെടുത്ത് വലം വെച്ച് വന്ന് അഭിഷേകം ചെയ്യാം. അല്ല തിരുമേനി, ഞാനിങ്ങനെ അല്ല, ഞാൻ കൃഷ്ണ. കുട്ടി ചെല്ലു. എന്റെ കൃഷ്ണ, ഇവിടെ പൊറുക്കണേ. കുട്ടി വരൂ. ഭഗവാനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. വാങ്ങിച്ചോളൂ. മൂന്ന് വലം വെച്ച് വന്നോളൂ.
ഇനി ആ നാളികേരവും മാവിലയും എടുത്ത് പാത്രത്തിലേക്ക് വെച്ചോളൂ. ഇനി ഭഗവാൻ അഭിഷേകം ചെയ്തോളൂ. നിർത്തുക. ദേവനാരായണൻ തിരുമേനിയുടെ മകൾ ഐശ്വര്യപൂജ ചെയ്യണമെന്നല്ലേ പ്രശ്നവിധി? പ്രിയങ്ക എന്ന കുട്ടി പൂജ ചെയ്യുന്നല്ലേ നേരത്തെ പറഞ്ഞത്? ആ കുട്ടി എത്തിയില്ല. പിന്നെ പ്രശ്നവിധിയിൽ ദേവനാരായണൻ തിരുമേനിയുടെ മകളെന്നേ ഉള്ളൂ. അതിപ്പോ മൂത്ത മകൾക്കും ചെയ്യാലോ. അങ്ങെന്തിനാണ് തടസ്സം നിൽക്കുന്നത്? കുട്ടി തുടരൂ. ഭഗവാന്റെ തിരുനടയിൽ അനർത്ഥങ്ങളൊന്നും നടന്നോടെന്നാണല്ലോ പ്രസിഡന്റ്. ഈ നിൽക്കുന്ന കുട്ടി ദേവനാരായണൻ തിരുമേനിയുടെ മകളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്ത് അനാവശ്യമാണ് നിങ്ങൾ പറയുന്നത്? അനാവശ്യമല്ല, പരമമായ സത്യം. എന്നാ എല്ലാവരും കേട്ടോളൂ, ഈ നിൽക്കുന്നവൾ ദേവനാരായണൻ തിരുമേനിയുടെ മകളല്ല. ഇവൾ അനാഥയാണ്.